എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് +32 പോയിൻ്റാണ് അപ്പായിരിക്കുന്നത്. 32 പോയിൻ്റ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ശരിക്കും ഈ 26,219 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലാണ് ഇതൊരു ഈവനിങ് സ്റ്റാറിൻ്റെ വാല്യൂ അതിന് നിലവിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് 36 പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ്, 32 പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കണേ. അപ്പോൾ 32 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 26,186, 26,186 പ്ലസ് 32 പോയിൻ്റ് 26,218. നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത് 26,219. അപ്പോൾ 26,219 ടച്ച് ചെയ്ത് അവിടെ നിന്ന് ക്യാൻഡിൽ റിവേഴ്സ് ആവുകയാണെങ്കിൽ എഗെയിൻ താഴത്തോട്ട് തന്നെ ആയിരിക്കും മാർക്കറ്റ് വരുന്നത്. അതിന് മേളിൽ 26,219 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഒരു ടിപ്പ് എടുക്കാൻ പോവുകയാണെങ്കിൽ മുകളിലോട്ടോ പോവുള്ളൂ. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ രണ്ട് ടിപ്പിൽ ആദ്യം ഹിറ്റ് ചെയ്യണം. അത് ഏതാണെന്ന് നമുക്ക് ആദ്യം ഒരു 9:45 അല്ലെങ്കിൽ 10 മണി, മാക്സിമം 10 മണി കൺസോൾട്ടേഷൻ വന്നാലും 10 മണിക്ക് ഇതിൻ്റെ ഏത് ഭാഗത്താണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണമെന്ന് നോക്കണം. അതിനുശേഷം ലോവിലാണ് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് ഈ ഒരു റെഡ് ലൈനിലേക്കോ SMA നോക്കിയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമുക്ക് തൽക്കാലം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സിയിൽ നിലവിൽ 32 പോയിൻ്റാണ് മാർക്കറ്റ് അപ്പായിരിക്കുന്നത്. അപ്പോൾ അതിൽ മാർക്കറ്റ് എവിടം വരെയൊക്കെ പോകാം? നിലവിലെ കണ്ടീഷനിൽ ഈ SMA വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് SMA മുട്ടുക അല്ലെങ്കിൽ 213 മുട്ടുക, അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഏതിന് മുകളിലേക്ക് പോയാലാണ് പിന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മൂവ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 218 ബ്രേക്ക് ചെയ്താലാണ് പിന്നെ സിയിലൊരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്കുള്ളൂ. സ്റ്റിൽ RSI സിയുടെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് RSI മുകളിലോട്ട് പോയി തിരിച്ച് കർവായിട്ട് വരണം. അതുവരെ C ആണ്. അതിന് ശേഷമായിരിക്കും പിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം മാർക്കറ്റ് പി സൈഡാണ് നിലവിൽ നിൽക്കുന്നത്. കാരണം RSI ഇവിടെ ക്രോസ് ഓവർ പിയിലായിട്ടില്ല. അതേപോലെ തന്നെ 228 248 ലെവലൊക്കെ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് സിയിൽ എപ്പോഴാണ് ഒരു കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSI റെഡിലേക്കും കൂടെ കയറി മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് വെച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത്. ബാക്കി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. അപ്പം അതേപോലെ പിയുടെ ആ മൂവ്മെൻ്റാണ് മുകളിലേക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ പി എവിടെ സപ്പോർട്ട് എടുക്കാനായിട്ടാണ് പോസിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. പി ആദ്യം ഏകദേശം ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ലെവല് 203 ഫസ്റ്റ് സപ്പോർട്ട് പിയുടെ. അത് കഴിഞ്ഞാൽ പിന്നെ പി സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 190 പിയുടെ സപ്പോർട്ട് സോൺ 203 190. അതിൻ്റെ ആ ട്രിഗർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാം. 228 എന്നുള്ള ഒരു ലെവല് നമുക്ക് 228 തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ചെറിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 230 കൂടെ താഴ്ത്തി വെക്കാം, ബോഡി ലെവലിൽ വെക്കാം. 236 പിന്നെ പോയി കഴിഞ്ഞാൽ 248 260 272 ഫൈനൽ പിയുടെ ടാർഗറ്റുകൾ. സിയുടെ ടാർഗറ്റ് ഹൈയിലേക്ക് എന്തോരമുണ്ട് അതനുസരിച്ചിട്ട് ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ 190 ആണ് ഏകദേശം ഒരു സപ്പോർട്ട് പിയുടെ പറഞ്ഞിരിക്കുന്നത്. ആ പിക്ക് 190.58 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എഗെയിൻ മാർക്കറ്റ് പി ഡൗൺ ആവും. അപ്പോൾ സിയിൽ ഒരു 225 ഒക്കെ ബ്രേക്ക് ചെയ്താൽ 230 235 മാർക്കറ്റ് മൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴത്തോട്ട് വരും. RSI സിക്ക് അനുകൂലമായിട്ടാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാലും ഒരു 218 സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. 230 കൂടെ ബ്രേക്ക് ചെയ്താൽ 235 മാർക്കറ്റ് മൂവ് ചെയ്യണം. കാരണം നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് 210 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള പോയിന്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുവരെ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ്. RSI മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് അലർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ലോവർ വിക്ക് വരാത്തതുകൊണ്ട് നമ്മളെപ്പോഴും അലർട്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ 229.95 എപ്പോഴും ഉള്ളതാണ്. ഒരു പൊടിക്ക് ഇട്ടിട്ട് തിരിച്ചു വരുന്ന പരിപാടി. ഇനി ആ 230 ബ്രേക്ക് ചെയ്ത് 235 മാർക്കറ്റ് മുട്ടുന്നത്. നമ്മൾ 230 ആദ്യത്തെ ട്രിഗർ പോയിന്റ്, 5 പോയിൻ്റാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്യാൻഡിൽ 229.95. അതായത് ഞാൻ 230 തിരിച്ചു വരും എന്നൊരു അടയാളമാണ് ആ കൊടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ കുറേ നാളുകളായിട്ട് കാണുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു 0.5. കാരണം ആ വാതിൽ തുറന്നു കൊടുത്താൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകണം. അപ്പോൾ ആ വാതിൽ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എങ്കിലും നമ്മൾ ഇപ്പോൾ ഉടനെ നമ്മൾ പിയിലേക്കൊന്നും വലുതായിട്ടൊന്നും കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടില്ല. ഒരു റിജക്ഷൻ പിയിലൊരു റെസിസ്റ്റൻ്റ് വന്നാലും ഒരു 190 മേളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് പിക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉള്ളൂ. നമ്മൾ സ്ഥിരം കാണുന്നതാണ് 230 പറഞ്ഞു. മാർക്കറ്റ് 230 ടച്ച് ചെയ്തിട്ടുണ്ട്. 5 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി 225 മുതൽ
30 വരെയുള്ള 5 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കാൽപ്പ് ചെയ്തെടുക്കുന്ന സേഫ് ആവണമെന്നുള്ള ആൾക്കാർക്കൊക്കെ അത് പറഞ്ഞിട്ടുള്ളൂ. അല്ല ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു പോയാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അത് RSI ക്രോസ് ഓവർ നിൽക്കുന്ന കാരണം നമുക്ക് ഇനി ഉടനെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കില്ല, അടുത്തൊരു ഡൈവർജൻസ് വരണം. പിന്നെ സ്കാൽപ്പ് ചെയ്തെടുക്കുന്ന ആളാണെങ്കിൽ 230 എടുക്കുക, പിന്നെ 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 235 എടുക്കുക. അത് പിന്നെ മാർക്കറ്റ് മേളിലോട്ട് പോവുകയാണെങ്കിൽ മേളിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ഓരോ മൈൻഡ് സെറ്റാണ്. ഈ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ എന്ന് നോക്കണം. കാരണം ഒരു വലിയ ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിൽ വരും. അപ്പോൾ ആ ഡോജി ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത മെജോറിറ്റി സാധ്യതകളും അതേപോലെ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് വരാറ്. അപ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ PE 169 ഫാളാവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 235 എബോ പോകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. $235 പറയുമ്പോൾ ഒരു 234, ഏകദേശം 233 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, 235 നമ്മൾ പറഞ്ഞത്. ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് നമ്മൾ പറഞ്ഞത്. 237, 238, ഇപ്പോൾ 240, 242, 243, 250 മുതൽ, അല്ല 250 അല്ലല്ലോ, നമ്മൾ 225 മുതൽ 35, 45, 21 പോയിന്റ് കിട്ടുമോ 46 ആവുമ്പോൾ? ഒരു ചെറിയ വിക്കും കൂടെ വന്നാൽ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ലോവിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല. 243, 44, 244.95. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 21 പോയിന്റ് കൃത്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 21 പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10 ലോട്ടിലാണെങ്കിൽ 5000 രൂപ, അല്ലെങ്കിൽ 21 ലോട്ടിലാണെങ്കിൽ 10000 രൂപ. പരിപാടിയും തീർത്ത് അടുത്ത പരിപാടിക്ക് പോകേണ്ട സമയമായി. നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു 169, 170 വരെ മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ 170 കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവിടെ എക്സിറ്റ് ചെയ്തിട്ട് ഇവിടെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 2 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ബലം പിടിച്ച് നിൽക്കുന്നതാണോ ബെറ്റർ? ഇവിടെ കറക്റ്റ് ആ എക്സിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സപ്പോർട്ട് സോൺ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ 170 നിന്ന് എടുത്താൽ 76, ഒരു 6 പോയിന്റും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പരിപാടി വൈൻഡപ്പ് ചെയ്താലും ഒരു പ്രശ്നങ്ങളുമില്ല. ഇനി വെയിറ്റ് ചെയ്യാം. കാരണം RSI മേളിലോട്ട് തന്നെ ആട്ടോ, ഒരു റിവേഴ്സ് ഇവിടെ നിന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. RSI ഇനി മേളിൽ പോയി ക്രോസ് ഓവർ ആവണം. ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമാണ് ഇവിടെ താഴത്തെ ക്രോസ് ഓവർ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഡിപ്പെൻസ് അപ്പോൺ. ഇത് ക്രോസ് ഓവർ ആവുന്നവരെയും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 21 പോയിന്റിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് ചെറുതായിട്ട് ക്യാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏകദേശം നമ്മൾ 225 പറഞ്ഞത്. 225 നമ്മൾ എൻട്രി പറഞ്ഞത്. അതെടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെച്ചാലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ട്. ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അത് ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് ഏറെക്കുറെ ഡൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറഞ്ഞേ, നമ്മുടെ ആവറേജിങ്ങിൻ്റെ പരിപാടിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ക്രോസ് ഓവർ ആയിട്ട് നോക്കാം. ഇനിയിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടാനായിട്ടുണ്ട്. കാരണം 26,360 ടച്ച് ചെയ്തിട്ടില്ല. അതേപോലെ
ഹൈ എന്ന് പറയണത് 15 മിനിറ്റ്സിൽ 26,359.60 അതായത് ഞാൻ ഇനിയും സിയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് പറഞ്ഞു വെച്ചിട്ട് പോയേക്കണേ. നമുക്ക് ആ ക്രോസ് ഓവർ ക്രോസ് ചെയ്യാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കുകയില്ല. അപ്പോൾ ഒരു ബ്രേക്കൗട്ടും കൂടെ മേളിലോട്ട് വരാനുള്ള ചാൻസസിലാണ് നിൽക്കുന്നത്. അത് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോട് കൂടിയിട്ടായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതേപോലെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മുകളിലേക്കുള്ളത് 26,251. നമ്മൾ വരച്ച ലൈനും കമ്പനി വരച്ചേക്കുന്ന ലൈനും ഏകദേശം സ്യൂട്ടാണ്. കണ്ടോ, നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ഏരിയയും. ഇനിയിപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 26,260 വരെ പോകാനായിട്ട് കിടപ്പുണ്ട്. അത് അടുത്ത 15 മിനിറ്റ്സിലാണ് നമുക്കറിയാനായിട്ട് പറ്റത്തുള്ളൂ. 15 മിനിറ്റ്സിൽ RSI സിക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ പിയിൽ ഒരു എൻട്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 185 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും പറഞ്ഞു. അത് കമ്പനി ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആവറേജിങ്ങിന് വേണ്ടി ഒരെണ്ണം അവിടെ എടുത്തിട്ടേക്കാം, അവിടെ കിടക്കട്ടെ, എന്താ സംഭവിക്കണേന്ന് നോക്കാമല്ലോ. കാരണം നമ്മൾ നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് ഞാൻ ആവറേജ് ചെയ്യാറ്, ഓപ്പോസിറ്റ് സൈഡ്. അത് അവിടെ കിടക്കട്ടെ. 170 21 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 193, 70ഉം 23, 21 പോയിൻ്റ് അതിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അത് ആവറേജിങ് ട്രേഡിംഗ് ആണ്. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓൾറെഡി നമ്മുടെ രാവിലത്തെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. സിയിൽ തന്നെ 21 പോയിൻ്റ് കിട്ടിയേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു SMA മുട്ടാനായിട്ട് വരികയാണെങ്കിൽ വരട്ടെ, 2 മിനിറ്റിൽ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിയിൽ ബൈ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആവറേജിങ്ങിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആവറേജിങ്ങിന് ലോസ് അങ്ങനെ കാര്യമായിട്ടില്ല. കാരണം നമ്മൾ ആവറേജിങ്ങിന് 165 ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ. പക്ഷേ റിക്കവറി കോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുമില്ല. അതുകൂടാതെ നമുക്ക് ആ സ്റ്റോപ്പ് ലോസിൻ്റെ പോയിൻ്റ് അപ്പുറത്ത് എടുക്കാനും പറ്റും. അതാണ് ആവറേജ് ചെയ്യുമ്പോൾ നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അപ്പുറത്തൂടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് കാണാൻ പറ്റില്ല, ഉണ്ടോ. പി റിസ്കി ബൈസോൺ SL 165, ടാർഗറ്റ് 185 190, ലോസ് റിക്കവറി വ്യൂ ഇൻ CE 235 മുതൽ 240 250 നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ 235 നിന്ന് 240 243 വരെ പോയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 5-6 പോയിന്റ് നമ്മൾ ഒരിക്കലും അത് മേളിലോട്ട് പോകുമെന്ന് വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ആ സ്കാൽപ്പിംഗ് പോയിന്റ് ഏതാണോ അതെടുത്ത് കയ്യിൽ സുരക്ഷിതമായിട്ട് വെക്കുക. ഇൻ കേസ് ഇവിടുത്തെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുമില്ല. ഇപ്പുറത്ത് നമുക്ക് ഓൾറെഡി 5 പോയിൻ്റെങ്കിൽ 5 പോയിന്റ് എടുക്കുകയും ചെയ്യാം. ഇപ്പുറത്ത് 10 പോയിന്റിൻ്റെ കൂട്ടത്തിൽ 5 പോയിന്റ് ആഡ് ചെയ്താൽ നമുക്കവിടെ എന്തായി, ആ സ്റ്റോപ്പ് ലോസ് ഒരു 5 പോയിന്റ് എക്സ്ട്രാ ബോണസ് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്യാനായിട്ട് ശീലിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം. ഫണ്ട് നമുക്ക് എല്ലാം കൂടെ എടുത്ത് ചെയ്യരുത്. ഇനി 168 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഡംപ് കൂടെ വരും. ഇനി 168 താഴത്തോട്ട് പോയാൽ വലിയ ഡംപ് വരും. അപ്പോൾ അത് അപ്പുറത്ത് വേണമെങ്കിൽ ഇനിയും ഒരു 10 പോയിൻ്റോ 5 പോയിൻ്റോ അത് നമുക്ക് അപ്പുറത്ത് വീണ്ടും തിരിച്ചു പിടിക്കാം. കാരണം ക്രോസ് ഓവർ വന്നിട്ടില്ല. നമ്മൾ നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് പി എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു കയറിയപ്പോൾ മാർക്കറ്റ് എഗെയിൻ ഒരു ഡംപ് കൂടെ വരാനുള്ള ചാൻസ് പിയിലുണ്ടെന്ന് പറഞ്ഞത്, 26,360 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് സിയിൽ മിച്ചം നിൽപ്പുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ 235 ബ്രേക്ക് ചെയ്തു, 242 വരെ പോയി. വീണ്ടും നമ്മളൊരു ഡംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡംപിൽ വീണ്ടും മാർക്കറ്റ് 235 മുതൽ 240 വരെ സ്കാൽപ്പിങ്ങിന് വേണ്ടി പോയി. ഇനി 242 ബ്രേക്ക് ചെയ്താൽ ഒരു 245-50 വരെ മാർക്കറ്റ് ഇനിയും പോവും. അല്ലാന്നുണ്ടെങ്കിൽ പിയിൽ ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ്. അത് അവിടെ നിന്ന് ആ പിൻബാറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മുകളിലോട്ടും പോവും. അല്ലാന്നുണ്ടെങ്കിൽ 240-44 വരെയാണ് വന്ന് നിൽക്കണ സി. അത് 245-50 വരെയൊക്കെ സി പോവും. കാരണം 26,360 മാർക്കറ്റ്
പോയിന്റ് ടച്ച് ചെയ്തിട്ടില്ല. 26,359.65 വരെയാണ് ഫ്യൂച്ചറിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ റീസൺ. പിന്നെ ആവറേജിങ് എപ്പോഴും നോൺ ഡയറക്ഷനിലാണെങ്കിലേ നമുക്ക് ലോഡ് സൈസ് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിയിൽ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവണം. അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ പിൻബാറിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ഇങ്ങ് വന്ന് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിയിൽ ആ മൈനസിലേക്ക് പിന്നെയും പോകും. അതർവൈസ് പിയിൽ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും. സ്ട്രൈക്കിൽ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. സ്ട്രൈക്കിൻ്റെ ഫ്യൂച്ചറിൻ്റെ കണക്കും പ്രകാരം സ്ട്രൈക്ക് 250 വരെ പോകേണ്ടതാണ്. കാരണം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഫ്യൂച്ചർ പോയി. സ്ട്രൈക്ക് അത് ആരും എടുക്കുന്നില്ല. അതാണ് മൂവ് ചെയ്യാത്തത്. പക്ഷെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ വിക്കായിരിക്കും 245-50 വരുന്നത്. വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. വലിയൊരു വിക്കൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഉണ്ടോ? വലിയ വിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, വലിയ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ആവറേജ് അതിൻ്റെ വഴിക്ക് നടക്കും, ഇപ്പുറത്ത് ഇതിൻ്റെ വഴിക്ക് നടക്കും. അവസാനം നോക്കുമ്പോൾ രണ്ടും ഏകദേശമൊക്കെ ടാലി ആയിരിക്കും. 250 നമ്മൾ പറഞ്ഞത്. അത് 253 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അങ്ങോട്ട് പോകാനുണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ നോൺ ഡയറക്ഷണൽ ട്രേഡിങ് നമ്മൾ ആവറേജിങ്ങിന് വേണ്ടി അവിടെ എടുത്തിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ആ കാണുന്ന ലോസ് ഒരിക്കലും വരില്ല. കാരണം അത് ഡൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ആ ലോസും ഇപ്പുറത്തെ പ്രോഫിറ്റും കൂടെ എപ്പോഴും ടാലി ആയിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയൊരു ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ലെങ്തി ക്യാൻഡിലായിരിക്കും, സിംഗിൾ ക്യാൻഡിൽ ഹൈ വോളിയം വരും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. ഏകദേശമൊക്കെ ടോപ്പ് ലെവലായിട്ടുണ്ട്. ഇനി 30 മിനിറ്റിൻ്റെ ക്യാൻഡിലും കൂടെ ഒരു ടോപ്പ് ഹിറ്റ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്യാൻഡിലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. 26,380 ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. 26,380, 26,400 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം RSI റെഡിലേക്ക് കയറിയിട്ടില്ല. കണ്ടോ, ഇവിടെ RSI ഗ്രീനിലേക്ക് കയറിയിട്ടില്ല, ഇവിടെ RSI റെഡിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റേതവിടെ ആവറേജിങ്ങിന് കിടക്കട്ടെ, സിയിൽ ആ ഗ്രീനിലേക്ക് കയറുന്നത് വരെ അപ്പർ സൈഡാണ്. ഇനി ഉണ്ടാകുന്ന ക്യാൻഡിൽസിന് വോളിയം റേറ്റ് വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അത് ട്രെയിൽ ചെയ്ത് വെച്ചാലും 235 എന്നുള്ള സെക്കൻഡ് എൻട്രിയാണ് 45-55 വരെ മാർക്കറ്റ് പോയി നിൽക്കുന്നത്. 20 പോയിൻ്റാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് അവിടെ കിടക്കട്ടെ, നമ്മൾ അതിനകത്തോട്ട് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ പോകുന്ന ലോസ് നമുക്ക് ഇപ്പുറത്തുനിന്ന് കയറ്റിയെടുക്കാം. അത് എവിടെ നിന്ന് റിവേഴ്സ് ആവുന്നോ ആ സമയത്ത് ആവറേജ് ചെയ്ത് കൊണ്ടുപോകുന്ന കേസുള്ളൂ. 26,383 നമ്മൾ 400 വരെയാണ്. ഒരു 15 പോയിൻറ്റും കൂടെ പോയാൽ 30 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ക്യാൻഡിലെ ലെവൽ ഏകദേശം ആവും. $255 വരെ പോയിട്ടുണ്ട്. അവിടെ ഒരു റിവേഴ്സലിനുള്ള സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഒരു 6 ലോട്ട് ബൈ ചെയ്യാം. ലോട്ട് അവിടെ ആവറേജ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ കേട്ടോ. നിങ്ങൾ മറ്റേ സിംഗിൾ ട്രേഡ് എടുക്കുന്നവർ ഇവിടെ ശ്രദ്ധിക്കണേ.
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ പരിപാടി ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാവർക്കും കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആവറേജിൻ്റെ പരിപാടി സ്ക്രീനിൽ കാണിക്കുന്ന സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ പിന്നെ ഇന്നും കാണിച്ചേക്കാം എന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കാണിക്കില്ലായിരുന്നു. ഇപ്പോൾ 244ലേക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ 244ലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. ആ 44ഉം കൂടെ ബ്രേക്ക് ചെയ്താൽ 237ലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. അപ്പം ആദ്യം നമ്മൾ എടുത്ത എൻട്രി 172ആണ്. അത് 11 പോയിൻ്റ് താഴത്തേക്ക് നമ്മൾ ആവറേജ് ചെയ്ത് നമ്മൾ ടാലിയാക്കി. അപ്പം അത് നമുക്കിപ്പോൾ 382 രൂപ ലോസിലാണ് ഇപ്പോൾ സാധനം നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി സിയിലെ ബ്രേക്കൗട്ട് എനിക്ക് തോന്നുന്നു 10-21 പോയിൻ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആ 21 പോയിൻ്റ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് 3 ലോട്ടിൽ 21 പോയിൻ്റാണ് വേണ്ടത്. ആ 21 പോയിൻ്റ് ഓൾറെഡി സിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈവൻ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയാലും വലിയ പ്രശ്നങ്ങളില്ല. അത് കയറി അങ്ങ് പോവുകയാണെങ്കിൽ അത് കയറി അങ്ങ് പോകും. മാക്സിമം 159, 160. ഇപ്പം ഞാൻ ഒരു വരക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ആവറേജ് ചെയ്യുന്ന പ്രൈസോ സ്വാഭാവികമായിട്ടും ഒരു പക്കാ റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യാറുള്ളത്. പിന്നെ സെക്കൻഡ് തിങ് 2 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ റിവേഴ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് ഈവൻ ഒരു 380 ലോസ് വന്നപ്പോഴത്തേക്കും അത് ഇറങ്ങാമായിരുന്നു. കാരണം ഇപ്പുറത്ത് പിൻബാർ ടാലിയായിട്ട് ഒരു സപ്പോർട്ട് റെസ്പെക്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ആദ്യം റെസ്പെക്റ്റ് എടുക്കുന്ന ഏരിയ ഈ ഒരു വിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യത്തെ റെസ്പെക്റ്റ്. അത് എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെയും താഴത്തോട്ട് പോരത്തുള്ളൂ. അതനുസരിച്ചിട്ട് ഇവിടെ ഇപ്പം മൂവപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 സൈഡും എടുക്കുന്നതാണെങ്കിൽ ഓക്കെ. മാർക്കറ്റ് പിന്നെ 300 എന്നുള്ളത് വീണ്ടും 1147 ഭാഗത്തേക്ക് ലോസായി. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആ ഭാഗത്ത് മുട്ടുന്ന ടൈമിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അഡീഷണലായിട്ട് നമ്മൾ ആവറേജ് ചെയ്ത 6 പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും 3 പോയിൻ്റ് ആക്കി ഇടാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിജക്ഷൻ ആവാനുള്ള ഏരിയ 245 അല്ലെങ്കിൽ 244, 246 ഭാഗത്ത് മാർക്കറ്റ് റിജക്ഷൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ റിവേഴ്സ് നമുക്ക് സിയിൽ പ്രോഫിറ്റബിളൊക്കെ ആയിട്ട് എടുക്കാം. അതൊക്കെ സ്മാർട്ട് വർക്കായിട്ട് ക്വിക്കായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് അതൊക്കെ പോസിബിലിറ്റി ആയിട്ടുള്ളൂ. അല്ലാത്തവർക്ക് ചിലപ്പോൾ അതൊന്നും കോൺസെൻട്രേഷൻ ചെയ്ത് എടുക്കാൻ ഇൻഡിവിജ്വലായിട്ട് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കാം. $260 അപ്പോൾ ആലോചിച്ച് നോക്കി, ആ പിൻബാറിലെ റിവേഴ്സ് എടുക്കുക, കോസ്റ്റ് ടു കോസ്റ്റ് 1 പോയിൻ്റോ കയറ്റി വെക്കുക, അത് വീണ്ടും 256ലേക്കോ 57ലേക്കോ ട്രെയിൽ ചെയ്ത് വെക്കുക. ഇപ്പുറത്ത് പോകുന്ന ലോസ് നമുക്കൊരു ബാധ്യതയാവത്തില്ല. ഒരു ഡബിൾ ടോപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു 263 ഏകദേശമൊക്കെ ടാലിയാണ്. എന്നാലും ഒരു വിക്ക് 263ലേക്ക് വരേണ്ടതായിരുന്നു. അത്രയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച ഒരു ഏരിയ 263ആണ്.
അപ്പോൾ 47ഉം 10ഉം 57, 10 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെച്ചാലും വിഷയങ്ങളില്ല. ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇനി ഒരു ഡംപ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡംപ് 237 വന്ന് നിൽക്കത്തുള്ളൂ. അതായത് ഒരു എം പാറ്റേൺ ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ 237 ഈ ഡംപ് വന്ന് 237 വന്ന് നിൽക്കും. ഇനിയിപ്പോൾ RSI ഇവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ സിയിലേക്ക് അഗെയിൻ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ആവറേജിങ് അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. RSI 2 മിനിറ്റിൽ സി സൈഡിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. അപ്പോൾ 262 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 262-63 അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേ വേണ്ട, നേരെ ഡൗൺ ആയിട്ട് 234 ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവും. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ പിയിൽ നോക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് പിയിൽ ഫ്രഷായിട്ട് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 145 ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ. അതായത് 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ആ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ തിരിച്ചു പിടിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ആലോചിക്കണം. 260 ബ്രേക്ക് ചെയ്താൽ 62-65 മൂവ്മെൻ്റ് ആയിരിക്കും സിയിൽ കിട്ടുന്നത്. കാരണം മാർക്കറ്റ് ക്രോസ് ഓവർ ഒരു സൂചന തരുന്നേ ഉള്ളൂ, സിയിലേക്ക് ഡൈവർജൻസ് ആവുന്നു എന്നുള്ള ഒരു സൂചന തരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രോസ് ഓവർ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള സൂചനകളൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല. ഒരു 252 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് സി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു 260 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കൺഫർമേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം 252.64 ടച്ച് ചെയ്തിട്ടില്ല. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ മാർക്കറ്റ് ഫാളാവും. പിന്നെ രണ്ടാമത്തെ കേസ് പിയിൽ 153 ടച്ച് ചെയ്തിട്ടില്ല. RSI ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു ഏരിയ ബ്രേക്ക് ചെയ്താലാണ് നമുക്കതൊരു കൺഫർമേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ സിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും അതൊരു കൺഫർമേഷനായിട്ടുള്ള മൂവ്മെൻ്റ് അല്ല. അത് നേരെ അടുത്തൊരു 2 ക്യാൻഡിൽ കഴിയുമ്പോൾ ആ ക്രോസ് ഓവർ വേണമെങ്കിൽ നിവരാം. അപ്പോൾ ഒരു 262 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്തൊരു ബ്രേക്ക് ഔട്ട് എന്തായാലും സിയിലേക്ക് കിട്ടത്തുള്ളൂ. സെക്കൻഡ് തിങ്, പിയിൽ 153 മുട്ടാനായിട്ട് നിൽപ്പുണ്ട്. ചിലപ്പോൾ ഇതിപ്പോൾ ഈ ട്രാപ്പ് ഉണ്ടാവും ചില സമയത്ത്. ഈ RSI മാത്രം നോക്കി ചെയ്യുമ്പോൾ ട്രാപ്പ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് ക്രോസ് ഓവർ വന്നത് വേറെ തിരിച്ച് റിവേഴ്സ് ആവാം. മേ ബി 2 മിനിറ്റിൻ്റെയൊക്കെ 5 മിനിറ്റ് 15 മിനിറ്റൊക്കെ നോക്കുന്ന പോലെയല്ല. 2 മിനിറ്റിൻ്റെ RSIയിൽ ഏത് നിമിഷവും ക്യാരക്ടർ ചേഞ്ച് ആവാം. ഒരു ഡബിൾ ബോട്ടമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അത് വരേണ്ട പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 164 വരെയൊക്കെ വരേണ്ട സ്ട്രൈക്കാണ് നിലവിൽ അവിടെ എത്താതെ ഇടക്ക് വെച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 260-262 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 152 PE ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. ആ 152 ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് പിന്നെ ഒരു അപ്പർ മൂവ്മെൻറ്റ് പിയിൽ ഉണ്ടാകത്തുള്ളൂ. പോരാത്തതിന് ഡബിൾ ബോട്ടമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞത് 260-262 ഈ ഇൻ ബിറ്റ്വീൻ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 260-262 ആ 62 കൂടെ ബ്രേക്ക് ചെയ്താൽ ഒരു സ്പൈക്ക് കൂടെ മേളിലോട്ട് ചെറുതായിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ 2 മിനിറ്റിൻ്റെ RSI ഇനി ഒന്ന് ഡൈവർജൻസ് ആവണം. അതനുസരിച്ചിട്ട് 5 മിനിറ്റിൻ്റെ RSI കയറി വരുന്നുണ്ട്. അതേപോലെ 15 മിനിറ്റ്സിൻ്റെ RSIയിൽ ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു മടക്ക് വരുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചെറിയ സ്ട്രൈക്കൊന്നും എടുത്തിട്ട് ആവറേജിങ്ങിൽ ഇടരുത്. നമ്മൾ ഡെൽറ്റ വാല്യൂ ഒരു 90-ക്കൊക്കെ മേളിലുള്ളതാണ് ആവറേജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ ഇൻ കേസ് ഇത് നമ്മളുടെ കോസ്റ്റ് ടു കോസ്റ്റിൽ ഏകദേശം വന്നതാണ്, ഒരു 300 രൂപ മൈനസിലൊക്കെ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് എക്സിറ്റ് ചെയ്താലും
സീലെടുത്തത് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. പിന്നെ ഞാനത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാം, ആ ഒരു ധൈര്യം ഉണ്ടാക്കണം എന്നുള്ള ഒരു ലെവലിലാണ് ഞാനത് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ലോസ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ആദ്യം ഒരു 15 പോയിൻ്റ്, പിന്നെ ഒരു 5 പോയിൻ്റ്, പിന്നെ ഒരു 10 പോയിൻ്റ്, പിന്നെ ഒരു 3 പോയിൻ്റൊക്കെ ആയിട്ട് 10-22 പോയിൻ്റ് ഓൾമോസ്റ്റ് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഒരു 5000 അബവ് പോയാലും വലിയ വിഷയങ്ങളൊന്നും വരാനില്ല. അപ്പോൾ ഉടനെ നമുക്ക് ഇനിയൊരു ആവറേജിങ് ഇല്ല, കുറേ കൂടെ ഡംപ് പോകണം. ഒരു 100-ന് താഴത്തോട്ടൊക്കെ പോയാൽ മാത്രമാണ് നമ്മളിനി ആവറേജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ പോണനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പ്രോഫിറ്റബിൾ എടുത്തുകൊണ്ടിരിക്കാം. സിയിൽ $266 ചെറിയൊരു സ്പൈക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, ഒറ്റ സ്പൈക്ക്. $67, $69. കാരണം 30 മിനിറ്റിൽ ഹയർ ലെവൽ പിക്ക് ചെയ്യാനായിട്ടുണ്ട്. 30 മിനിറ്റിൻ്റെ ഇതിൽ 26,400 ഒരു നല്ലൊരു ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് 26,400 ഒരു ടിപ്പ് കിടപ്പുണ്ട് 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ. അതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻ്റ് അവിടെ വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആവറേജിങ് എടുത്തിട്ടാലും ഒരു സ്കാൽപ്പിംഗ് ആണ് ബെറ്റർ. 5 പോയിൻ്റ് 8 പോയിൻ്റ് നല്ല രീതിയിൽ ചെറിയൊരു സ്പൈക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ 60, 62 മുതൽ എത്ര വരെ പോയിട്ടുണ്ട്, 70 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 5 പോയിൻ്റ് അങ്ങ് സ്കാൽപ്പ് ചെയ്ത് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റായി. ഇനി ഈ ക്യാൻഡലിൻ്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്താൽ 69 ബ്രേക്ക് ചെയ്താൽ ഇനിയും ഒരു 5 പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ലോസിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഉണ്ടാക്കാത്ത ആളുകൾക്ക് അതനുസരിച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് സിയിൽ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുത്തിട്ട് സ്കാൽപ്പ് ചെയ്തും ഉണ്ടാക്കാം. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഇവിടെ ലാസ്റ്റ് ഒരു ആവറേജും കൂടെ നടത്തുകയാണ്. ലോസ് വന്നു കഴിഞ്ഞാൽ 10,000 ആണ് ലോസ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ആവാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ 159 ആവറേജ് നിൽക്കുന്നത്. ആ 159 ആവറേജ് 148 ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ആവറേജും കൂടെ ഞാൻ നടത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആവറേജ് ആണ്. ഇനി ഇതിന് താഴത്തോട്ട് വന്നാലും നമ്മളൊരു 5,000 ആണ് നമ്മളുടെ ലോസ്. 5,000 ലോസിൽ നമ്മൾ സിയിൽ കുറച്ച് പോയിന്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്കൊരു 100 വരെ പിടിച്ചാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് 3 ആവറേജ് കൂടുതൽ ഞാൻ ചെയ്യാറില്ല. ഇത് കോസ്റ്റ് ടു കോസ്റ്റിലോ 152 മുട്ടുമ്പോഴത്തേക്കും എക്സിറ്റ് ആവാനായിട്ടാണ് പരിപാടി. എനിവേ വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ 270 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 77 ഒരു മൂവ്മെൻറ്റ് സിയിൽ കിടപ്പുണ്ട്. അതവിടെ കിടന്നോട്ടെ. സ്കാൽപ്പിംഗ് പോയിൻ്റ് ആണ്. നമ്മൾ നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ലോസിലേക്ക് പോകുന്നത്. ഡയറക്ഷണൽ ട്രേഡിംഗ് ആണെങ്കിൽ നമുക്ക് മാസീവായിട്ടുള്ള പ്രോഫിറ്റാണ്. നമ്മൾ ആവറേജ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ചെയ്യുന്നത് നോൺ ഡയറക്ഷണൽ ട്രേഡിങ്ങിനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ധൈര്യം ഉണ്ടാക്കി പേടി മാറി 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 വരുമ്പോഴാണ് നമുക്ക് വലിയ ലോട്ട് സൈസൊക്കെ എടുത്തിട്ട് ലോങ് ഹോൾഡിങ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞു നമ്മളത് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ പരിപാടി നിർത്താം. ഏകദേശം 152 നമ്മൾ പ്രതീക്ഷിച്ചൊരു ലെവൽ. അപ്പോൾ അത് ഇനി 152 ഇനിയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 161 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ
സിയിൽ ഓൾമോസ്റ്റ് നമുക്ക് 21 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുമുണ്ട്. അല്ല, സിയിൽ പിയിൽ വന്ന ലോസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവർ ചെയ്ത് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടെൻഷനില്ലാതെ ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ ശീലിക്കുന്ന ഒരു വഴി. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് പോയാൽ ലോസും കൊണ്ട് വീട്ടിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോൺ ഡയറക്ഷണൽ ട്രേഡ് ചെയ്തിട്ട് ഇനിയും മാർക്കറ്റ് പോകും കേട്ടോ. 152 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും മാർക്കറ്റ് 3 ലോട്ട് വെച്ചിട്ട് എടുത്ത് തുടങ്ങുക. നമ്മൾ 152 പറഞ്ഞത്, 4 പോയിൻ്റാണ് പറഞ്ഞത്. 4 പോയിൻ്റാണ് നമുക്ക് അവിടെ നിന്ന് ആകെ കിട്ടിയിട്ടുള്ളൂ. ക്വിക്കായിട്ടുള്ള എക്സിറ്റ് ആയിരുന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു 3 ലോട്ട് വീണ്ടും നമുക്ക് റീആഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് ഇനി ഈ സ്ട്രൈക്കിൽ റീആഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് സ്ട്രൈക്ക് ഇനി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ കാര്യം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു പിയും കൂടെ ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടിയ പി എടുത്തിടാം. ഡെൽറ്റ വാല്യൂ കൂടിയത് ഇനി യഥാർത്ഥമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സിയിൽ ഇതേ ഉള്ളൂ ഏകദേശം. കാരണം ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ ഓൾറെഡി കുറഞ്ഞു പോയി. നമ്മളിനി അത് ഡെൽറ്റ വാല്യൂ എടുക്കാനായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഏകദേശം SMA ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ 280 മുതൽ 89 വരെയുള്ള മൂവ്മെൻ്റ് ആയിരിക്കും പിയിൽ നടക്കുന്നത്. ഇന്ന് കോസ്റ്റ് ടു കോസ്റ്റാണ് ഞാൻ കാണിച്ചത്. ഇന്നലെ കോസ്റ്റ് ടു കോസ്റ്റ് കാണിച്ചില്ല, പിന്നെയും ഹോൾഡ് ചെയ്തു. കാരണം ഇന്ന് എന്താണ് കോസ്റ്റ് ടു കോസ്റ്റിൽ കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി 21 പോയിൻ്റ് സിയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് ഹോൾഡ് ചെയ്ത് വെറുതെ മെൽറ്റാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഈ മോഡൽ എടുത്താണ്. ഇനി അടുത്തൊരു സിസ്റ്റം ഞാൻ അടുത്ത തിങ്കളാഴ്ച ഒരു സിസ്റ്റം കൂടെ ഞാൻ കാണിക്കാം. ആ സിസ്റ്റം കൂടെ കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ പതിവ് രീതിയിലേക്ക് പോകും. ഒരു വെറൈറ്റി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അടുത്തൊരു ഏരിയ എന്ന് പറയണത് നമ്മൾ 152 ഓൾറെഡി ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തൊരു ഏരിയ. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലാണ് നമ്മൾ ക്വിക്ക് എക്സിറ്റ് ചെയ്തത്. 1 ക്ലിക്ക് ആയതുകൊണ്ട് മാത്രം 151.95 152 മുട്ടിയില്ല. 51.95 51.95 ഒന്നും കിട്ടില്ല. ഏതാണ്ട് ഒരു 100-150 രൂപയുടെ പ്രോഫിറ്റ് ബ്രോക്കറേജ് കാശ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 151.10 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 160 ആണ്. 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ 175 മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നത്. നോൺ ഡയറക്ഷണൽ ട്രേഡാണ് നമ്മൾ ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ആക്കിയത്. അപ്പോൾ നമ്മൾ തോന്നണടുത്ത് ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ 2 ട്രേഡ് ചെയ്ത സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ട്രേഡ് ചെയ്തത്, അവിടെ കൺസോൾട്ടേഷൻ സോണാണ്. സെക്കൻഡ് അത് കഴിഞ്ഞിട്ടുള്ള കൺസോൾട്ടേഷൻ സോണിൽ നമ്മൾ ട്രേഡ് ചെയ്തു. മൂന്നാമത്തെ കൺസോൾട്ടേഷനിൽ ബൈ ചെയ്തിട്ട് രണ്ടാമത്തെ കൺസോൾട്ടേഷൻ സോണിൽ റെസിസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കോസ്റ്റ് ടു കോസ്റ്റ് ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആവറേജ് ചെയ്യുന്നതിന് കണക്കുകളുണ്ട്. നമുക്ക് തോന്നണ പോലെ ആവറേജ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ച് ആവറേജ് ചെയ്താലാണ് നമുക്ക്, എന്ന് വെച്ചാൽ ഇത് ആവറേജ് ചെയ്യുമ്പോൾ അപ്പുറത്ത് എടുത്തു കൂടായികയില്ല. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവിടെ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ 3 ലോട്ട് വീണ്ടും ആക്കാം. അതായത് നമുക്ക് ആദ്യം എടുത്ത 3 ലോട്ട് വീണ്ടും എടുത്തിട്ട് പിന്നെയും നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ പറയാൻ കാര്യം 5 മിനിറ്റിൽ RSIയിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. RSIയിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മാർക്കറ്റ് ഈ 149.86 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ അടുത്ത റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 155 ആണ്. 155ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ
നമുക്ക് വേണമെങ്കിൽ ഈ 149 അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ 18 ലോട്ട് നമുക്ക് ഒഴിവാക്കാം. ബാക്കി 3 ലോട്ട് വീണ്ടും എടുക്കാം. അത് പിന്നെയും മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് ഒന്നേന്ന് ആവറേജ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ചെയ്യാം. അത് വേറൊരു ക്യാപിറ്റൽ സേഫ് ആക്കാനുള്ള ഒരു മെത്തേഡാണത്. 155 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 155 ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ 160ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. ഓൾറെഡി നമ്മൾ 160 ആണ് നമ്മൾ പറഞ്ഞത്. 160-61 ആണ് നമ്മൾ അടുത്ത ലെവൽ പറഞ്ഞത്. ഞാനത് ഇപ്പം മൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാമെങ്കിലും ആസ് എ ഒരു എന്താ പറയേണ്ട ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കയറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കയറ്റി വെച്ചാൽ അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് ഉദ്ദേശം, ഞാൻ ഓൾമോസ്റ്റ് സിയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് എന്താക്കാഞ്ഞേ, ഞാനത് ഹോൾഡ് ചെയ്യാഞ്ഞ്. ഈവൻ സിയിൽ ഞാൻ എടുത്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഞാൻ പിയിൽ ഹോൾഡ് ചെയ്യും. ഞാൻ ചിലപ്പോൾ അതിനകത്തൊരു 149 ഭാഗത്തേക്ക് ഞാൻ ബാക്കിയുള്ള കംപ്ലീറ്റും ഒരു 150 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്തിട്ട് 3 ഹോൾഡ് ചെയ്തിട്ട് ബാക്കി 12 18 നമുക്ക് 150യുടെ താഴെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം. 60 കഴിഞ്ഞാൽ പിന്നെ 75 ഭാഗത്തേക്കായിരിക്കും 70 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ക്വിക്കായിട്ട് മൂവ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 300 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഞാൻ എടുത്തത് ഈ ചാർട്ടിലാണ്. ഞാൻ ഡെൽറ്റ വാല്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് റീ എൻട്രി പ്ലാൻ ചെയ്തത്. 74 10 84 89 90 ഭാഗത്തേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റ്. അനദർ സ്ട്രൈക്കിൽ ഇപ്പുറത്താണ് ചെറിയ ലോട്ടിട്ട് ചെയ്തത്. അതാണ് 2 ചാർട്ട് എടുത്തിട്ടതിൻ്റെ റീസൺ. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഡെൽറ്റ വാല്യൂവിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്തത്, കോസ്റ്റ് ടു കോസ്റ്റിൽ വന്നപ്പോൾ അതിറങ്ങി. അതായത് കോസ്റ്റ് ടു കോസ്റ്റിൽ വന്നപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ ഉടനെ തന്നെ അടുത്ത ഡെൽറ്റ വാല്യൂ കൂടുതലായിട്ടുള്ള സ്ട്രൈക്ക് എടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഇട്ടു. അപ്പോൾ 272 നിന്നുള്ള നോർമലായിട്ടുള്ള എൻട്രി ആണെങ്കിലും 295 വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രൈക്ക് നോക്കിക്കേ, 152 നിന്ന് 170 വരെ വന്നിട്ടില്ല. അതായത് എന്തുകൊണ്ടാണ് ക്വിക്കായിട്ട് ഡെൽറ്റ വാല്യൂ മാറ്റിയതെന്നുള്ളതിൻ്റെ റീസണാണ് ഞാനീ പറയണേ, സ്ട്രൈക്ക് മാറ്റിയതിൻ്റെ റീസൺ. മറ്റേത് 152 മൈനസ് 170 വന്നിട്ടില്ല, 18 പോയിൻ്റ് വന്നിട്ടില്ല. ഞാൻ ക്വിക്കായിട്ട് സ്ട്രൈക്ക് മാറി 272 അടുത്ത എൻട്രി പ്ലാൻ ചെയ്തു. അവിടെ എത്ര പോയിൻ്റ് വന്നിട്ടുണ്ട്? 170 വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഡെൽറ്റ വാല്യൂ വ്യത്യാസം വന്നപ്പോഴത്തേക്കും ഉള്ള വ്യത്യാസമാണ് ഞാനും പറയണേ. രണ്ടും തമ്മിലുള്ള മൂവ്മെൻറ്റ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും വരേണ്ടത് 181 വരെയാണ് വരേണ്ടത്. ഏതാ പിയുടെ നോർമൽ സ്ട്രൈക്ക് ഞാൻ പറഞ്ഞൊരു ഏരിയ, ഞാൻ പ്രതീക്ഷിച്ചൊരു ഏരിയ 181 ആണ്. അപ്പോൾ ഇതിൽ 5 മിനിറ്റിൽ എവിടം വരെയാണ് വ്യത്യാസമുണ്ട്? 312. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 272 മൈനസ് 300 28 പോയിൻ്റ്. അതായത് ഇവിടെ 18 പോയിൻ്റ് കിട്ടിയപ്പോൾ എനിക്കിവിടെ അഡീഷണൽ ആയിട്ട് ഒരു 10 പോയിൻ്റ് കൂടെ കിട്ടി. മനസ്സിലായോ? 18 പോയിൻ്റ് എനിക്കിവിടെ സിംഗിൾ ലോട്ടിൽ കിട്ടി. അതായത് ഇവിടെ 2 ലോട്ട് എടുക്കുന്ന, ഇവിടെ ആൾക്കാർ ചിലപ്പോൾ 2 ലോട്ട് എടുക്കും, അതിന് പകരം ഇവിടെ 1 ലോട്ട് എടുക്കുന്നു. വാല്യൂ വ്യത്യാസം റേറ്റ് കൂടുതലാണെങ്കിലും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വ്യത്യാസം, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം, അതൊക്കെ നമ്മൾ ഒരുപാട് മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ അത് ഹോൾഡിംഗ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ 162 16 ലോട്ട് ലോക്ക് ചെയ്യണം.
162-ൽ 16 ലോട്ട് ലോക്ക് ചെയ്യണം, ബാക്കി 152-ൽ 3 ലോട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. പിന്നെ ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത് 3 ലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എടുത്ത എൻട്രി പ്രൈസിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എനിക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് ആവറേജ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 12 പോയിൻ്റ് പ്രോഫിറ്റ്. 12 പോയിൻ്റ് പ്രോഫിറ്റിൽ ലോട്ട് സൈസ് കൂടുതലാണെങ്കിൽ 12 പോയിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 7000 രൂപ അടുത്ത് പ്രോഫിറ്റാണ്. അതാണ് മണി മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ ആരോ കാണാം. ആദ്യത്തെ ആരോ ദേ കിടക്കണ്, രണ്ടാമത്തെ ആരോ ഇവിടെ കിടക്കണ്, മൂന്നാമത്തെ ആരോ ഇവിടെ കിടക്കണം. അപ്പോൾ ഇങ്ങനെ ആവറേജ് ചെയ്യാനായിട്ട് 1 ക്ലിക്ക് വേണമെന്നൊന്നുമില്ല. നമുക്ക് സാധാരണ മൊബൈലിൽ തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഇതിൽ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ആരോ പിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂട്യൂബിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാനിവിടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ റെഡ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇവിടെ ഡൗണിലേക്ക് ഡൗൺ ആവും. അപ്പോൾ ഇവിടെ ഒരു പിൻ ബാർ സൈൻ വന്നിട്ടുണ്ട്. ആ സൈൻ മാർക്കറ്റ് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഈ വൈറ്റ് ഡോട്ടിലേക്കായിരിക്കും ചെന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണത്. അപ്പോൾ അവിടെ ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കാണിക്കാൻ പോണതെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. അതായത് ഒരു സ്ക്രീൻ ഇപ്പുറത്തോട്ട് വലിച്ചു വെച്ച് കാണിച്ചു തരാം. കാരണം ഇവിടെ വേറൊരു പണി നടക്കുന്നുണ്ട് കണ്ടോ. 2651 172 ട്രിഗർ ചെയ്തു, 2502 എക്സിറ്റ്. ഓക്കെ, ആ സ്ക്രീൻ വേറെ സ്ക്രീനാണ്, അത് നേരെ അപ്പുറത്തോട്ട് മാറ്റാം. എവിടെ മൗസ് ഒന്നും കാണുന്നില്ലല്ലോ. അതായത് നമ്മൾ പറഞ്ഞത് 170 ടച്ച് ചെയ്തു, പിൻ ബാർ ഫോം ചെയ്തു, SMA 152 ഒരു സഡൻ ഫാള് വരും. ആ സഡൻ ഫാള് വരുമ്പോൾ 200 ഈ പിൻ ബാർ വന്നത് നേരെ മുകളിലോട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹയർ ലെവലിലേക്ക്, അതായത് 207 ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ സിയിൽ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇവിടെ പോയതിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പരാതിയില്ല. അതിൻ്റെ റീസൺ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഞാനത് ഇപ്പോൾ പോസ്റ്റ് 11:32, സമയം 11:33. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പിൻ ബാർ വന്നിട്ടുണ്ട്. ആ പിൻ ബാറിൻ്റെ അവിടെ നിന്ന് ടോപ്പിൽ നിന്നൊരു ബൈ എടുത്തു, നേരെ മേളിൽ കൊണ്ടുപോയി. ഈ ഭാഗത്തേക്ക് എത്തിയില്ല, അതിന് മുമ്പ് തന്നെ സെല്ല് ചെയ്തു. കാരണം അത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ ന്യായമായിട്ട് നമ്മുടെ ടാർഗറ്റ് ഒത്തേനെ. പക്ഷെ നമ്മളത് കുറച്ചും കൂടെ നേരത്തെ അത് പ്രൂവ് ചെയ്ത് കാണിക്കണമല്ലോ, അതിനു വേണ്ടി ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് റീടെസ്റ്റ് എടുക്കാനായിട്ട് SMA ഭാഗത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 152 ഭാഗത്ത് വീണ്ടും നോക്കിയാൽ ഇവിടെ കറക്റ്റ് ഈ ഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്തു, നേരെ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് പോരുന്നു. അപ്പോൾ ഇത് നേരെ 162 പോയി ഹിറ്റ് ചെയ്യും. അപ്പോൾ 152 നിന്ന് 162 വീണ്ടും ഒരു 10 പോയിൻ്റ് കിട്ടും. നമ്മളങ്ങനെ കാത്തിരുന്ന് എൻട്രി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഏകദേശം 51 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വളരെ നല്ല ദിവസമായിരുന്നു. ധൈര്യപൂർവ്വം എങ്ങനെ ട്രേഡ് എടുക്കാം, സിയിലും ബിയിലും മാറി എങ്ങനെ എടുക്കാം, സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന അഡ്വാൻറ്റേജ്, ഇതൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസം. അതായത് 152 നിന്ന് മുകളിലോട്ട് പോകേണ്ട പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങി കളഞ്ഞു. അതിനുശേഷം ലോഡ് സൈസ് കുറച്ച് ഇവിടെ എടുത്തു, അതിനുശേഷം താഴത്തോട്ട് എടുത്തു, താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും SMAയിൽ സപ്പോർട്ട് എടുത്തപ്പോൾ
152 വീട്ടും എടുത്തിട്ട് ഒരു പോയിന്റ് കയറ്റി സ്റ്റോപ്പ് ലോസ് വെച്ചാലും കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ മാസീവ് പോയിന്റ് മുകളിലോട്ട് കിട്ടട്ടെ, അത് ബോണസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ PNL ചോദിക്കുന്നവർക്കുള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ അടുത്ത് എന്തൊക്കെ പരിപാടി കാണിച്ചു. അപ്പുറത്തെ ചാർട്ട് ഇങ്ങോട്ട് വലിച്ചിടുന്നു, സംസാരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കുന്നു. പക്ഷേ അത് ആ മൈൻഡ് സെറ്റ് എല്ലാവർക്കും വരണമെന്നില്ല. പേടിയുള്ളവരുണ്ട്, ലോസ് കാണുമ്പോൾ വിറക്കുന്നവരുണ്ട്, 100 രൂപ കാണുമ്പോൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ 200 രൂപ പ്രോഫിറ്റ് കാണുമ്പോൾ ചാടി ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇന്നലത്തെ വീഡിയോ ബെസ്റ്റാണ്. 175 എന്തോ പോയി മുട്ടിയിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നപ്പോൾ നമ്മളിറങ്ങിയില്ല. നമ്മളിറങ്ങാതെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് മാസീവായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടിൽ ഇറങ്ങി. ആ സെയിം സാധനം ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എവിടെ പോകും? ഇന്നലത്തെ സെയിം സിറ്റുവേഷൻ ഇന്നലത്തെ സമയത്ത് വരണമെന്നില്ല, ഇന്നത്തെ സമയത്ത് വരാം. അങ്ങനത്തെ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എവിടം വരെ മാർക്കറ്റ് പോകാം? 2 സ്റ്റെപ്പായിട്ടൊരു ട്രിഗർ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. അതായത് 175 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത 181, 190 ഈ 2 സ്ഥലത്തേക്കായിരിക്കും ഫാസ്റ്റായിട്ടുള്ള മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുന്നത്. 11:38 ആയിട്ടുണ്ട്. ആ മൂവ്മെൻറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു. ഇന്നലെ ആവറേജ് ചെയ്തില്ല, ഇത്രയും ലോസിൽ പോയപ്പോഴും 3 പോയിൻ്റ് 3 ലോട്ട് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് ഇതേപോലെ ഒരു 170 ഇതേപോലത്തെ ഒരു സെയിം മൂവ്മെൻറ്റ് ഇന്നലെ ഉണ്ടായി. ഇന്നലെ ഇതേപോലത്തെ സെയിം മൂവ്മെൻറ്റ് ഉണ്ടായതിനു ശേഷം ഒന്ന് താഴത്തോട്ട് വന്നു, അപ്പോഴൊന്നും ഞാൻ പതറിയില്ല. അതിനുശേഷം ഒരു ക്യാൻഡിൽ നേരെ 170 വന്നു, സെക്കൻഡ് ക്യാൻഡിൽ 175 ബ്രേക്ക് ചെയ്ത് ഒറ്റയടിക്കാണ് 190 ഇട്ട് പോയത്. ഇന്നലത്തെ ഏകദേശം സെയിം ചാർട്ടിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 190 വരെ ഇന്ന് മാർക്കറ്റ് പോവാം. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടേതായിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആവറേജ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നലത്തെ പോലെ സെയിം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആവറേജ് മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, മാർക്കറ്റ് 181 ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം അവിടെ തന്നെ കൊണ്ടെത്തിക്കാം എന്ന് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ ഇനി 181 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 190ലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് പറയാനായിട്ടുള്ളത്, ലോസ് വന്ന് ഹോൾഡ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ആവറേജ് ചെയ്യുന്നവർ പലരും ഉണ്ട്, പല രീതിയിൽ ആവറേജ് ചെയ്യുന്നവരുണ്ട്, അവരിഷ്ടത്തിന് ആവറേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആവറേജ് ചെയ്യുന്നവരോട് പറയാനുള്ള, ആവറേജിങ് ഒരു ഏരിയ ഉണ്ട്, ആവറേജിങ്ങിനൊരു കണക്കുണ്ട്. ആ കണക്കും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് അതിന് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം. പിന്നെ അതിന് നമുക്കൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ഞാൻ കഴിഞ്ഞ 2.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരേ ചാർട്ടാണ്, ഒരേ സ്ട്രാറ്റജിയാണ്, നിഫ്റ്റിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഏകദേശമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ചാർട്ട് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലൈവിൽ നമ്മളിപ്പോൾ ലൈവിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അതേപോലെ വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആവറേജ് ചെയ്യുന്നവർക്ക് ആവറേജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളൊരു ടീമായിട്ടിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനും ഇത്രയും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാനും കഷ്ടപ്പെടാൻ തയ്യാറായ ആർക്കും നമ്മുടെ ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിവേ, നമ്മളെ ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്തു. ഞാൻ വീഡിയോ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ സാധിച്ചതിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്.